നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, രത്തൻ ടാറ്റയുടെ 1ാമത് ചരമവാർഷിക ദിനമാണ്. അത് ആ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി തന്നുകൊണ്ട് ബഹുമാന്യരെ, അങ്ങനെ വഖഫ് കേസും മുനമ്പം ഒക്കെ താൽക്കാലികമായിട്ടുള്ള വിധി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചും പറയുന്നില്ല. കാരണം അങ്ങനെ അത് വഖഫ് ഭൂമി അല്ല എങ്കിൽ അത് മിച്ചഭൂമിയാൻ സാധ്യതയില്ലേ? കാരണം 15 ഏക്കറിക്കുള്ളൊന്നും മിച്ചഭൂമി വരില്ലോ. അപ്പോൾ 400-500 ഏക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മിച്ചഭൂമിയില്ലേ, സർക്കാർ വരേണ്ടതല്ലേ? അപ്പോഴും ഇപ്പോൾ അതിൽ നിന്ന് സർക്കാർ മുതൽ കൂട്ടേണ്ടില്ലേ? അതൊക്കെ നിയമവശം സംസാരിക്കട്ടെ. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഏതാണ്ട് 500 ഏക്കർ ഭൂമി എന്ന് 5000 സെൻറ്റ് വരും. 500, 5000, 50,000 സെൻറ്റ് വരും. ഒരു സെൻറ്റിന് ഏകദേശം 1 കോടി കൊടുത്താൽ പോലും അതുപോലെ സ്ഥലം ഇനി കേരളത്തിൽ കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഏതാണ്ട് ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ, മാർക്കറ്റ് വാല്യൂ വെച്ചാൽ 50,000 കോടി രൂപയ്ക്കുണ്ട്. 5, 5000, 50,000 കോടി രൂപയ്ക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് അറിയുമ്പോഴാണ് ഈ 50,000 കോടിയുടെ മഹത്വറിയുന്നത്. ഈ 50,000 കോടി സമുദായത്തിന് കിട്ടേണ്ടത്, മുസ്ലിം സമുദായത്തിന് അനുഭവിക്കേണ്ടത് ചില ബുദ്ധിമോശം കൊണ്ട് നേതാക്കളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായ നേതാക്കളുടെ ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നേക്കുമായി. ശ്രദ്ധിക്കണം, നോട്ട് ദി പോയിന്റ്. ഇതുപോലെയാണ് അടുത്ത ഭാവിയിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ആ പേര് മാറ്റാതെ മുന്നോട്ട് പോയാൽ സംഭവിക്കുന്ന ഇതുപോലെ വില നിശ്ചയിക്കാൻ പറ്റാത്ത വലിയ നഷ്ടം സമുദായത്തിന് വരുമെന്ന് ഇനിയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അന്ന് സീരി സാഹിബുണ്ട്, അപാര ബുദ്ധിമാനാണ്, വക്കീലാണ്, നിയമജ്ഞനൊക്കെയാണ്, നല്ല മനുഷ്യനാണ്. പല മുസ്ലിം ബുദ്ധിജീവികളുണ്ടായി. എടോക്ക് ആ ബുദ്ധിജീവികളുടെ എന്ത് കാര്യം? 50,000 കോടി രൂപയുടെ സാധനം ഈ സമുദായത്തിൽ കിട്ടേണ്ടത് നഷ്ടപ്പെട്ടില്ലേ? കുറ്റം ആരെങ്കിലാകട്ടെ, സംഗതി നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് മുസ്ലിം ലീഗ് ഇന്ന് ഈ നിലപാട് തുറന്നാൽ സംഭവിക്കാൻ പോകുന്നു സമുദായത്തിൽ. ഞാൻ ചെറിയ 1-2 ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്നലെ മലപ്പുറം ജില്ലയിൽ കോളേജ് ഇലക്ഷൻ നടത്തിയപ്പോൾ അതിൽ കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസ് ബോർഡ് നിങ്ങൾ കണ്ടു കാണും. ബുദ്ധി ഉണ്ടെങ്കിൽ കഴുതുകളെ ബുദ്ധി കണ്ട്. MSF തോറ്റു, മതേതരം ജയിച്ചു. ഏത് യൂത്ത് കോൺഗ്രസിൻ്റെ ഫ്ലെക്സാണ് പറഞ്ഞത്. ഈ കേരളം ഭരിക്കുന്ന UDF എന്ന ഘടകകക്ഷിയിലെ 2ാമത്തെ പ്രധാന പാർട്ടിയായ ആ പാർട്ടിയുടെ വിദ്യാഭ്യാസ MSF, ആ പാർട്ടിയിൽ 1ാം കക്ഷിയുടെ കോൺഗ്രസിൻ്റെ KSU, ആ നേതാക്കളാണ് എഴുതി വെച്ചിരിക്കുന്നത്. MSF തോറ്റു, മതേതരത്വം ജയിച്ചു. ഇത്രയും അന്തസ്സില്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് എന്തിനാണോ നിങ്ങൾ കോൺഗ്രസ്സുകാരെ നിങ്ങൾ കൂടി നശിച്ചു പോകുന്നത്? ഇടൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ നശിക്കാനുള്ള പ്രധാന കാരണങ്ങൾ 2 കാരണമാണ്. ഒന്ന്, ഈ മുസ്ലിം ലീഗായിട്ട് സഖ്യം. കേരളത്തിൽ പോലും ഇപ്പോൾ വയനാട് മത്സരിച്ചുള്ള 2 തമ്പുരാട്ടിമാർ, തമ്പുരാട്ടി, അതിനവർ കൊടുത്ത വില എത്രയോ. ഇപ്പം 2ാമത്തെ പ്രധാന ഘടകം ഈ കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ സോണിയ കോൺഗ്രസ്. മല്ലും മനസ്സിലാകുന്നുണ്ടോ? ഈ സോണിയ കോൺഗ്രസും ഈ 2% പോലും ഇല്ലാത്ത 1% താഴെ കത്തോലിക്ക ഇന്ത്യയിലുള്ളൂ. അത് നയിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ രാജ്യം പിടിച്ചെടുക്കും BJPയുടെ നിന്ന്? 20% മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ. എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ പേര് വെച്ചിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മണ്ട ശിരോമണികൾ. അപ്പോൾ 2% ഭാഗത്തുള്ള കത്തോലിക്ക, ഒരു 0.6% കത്തോലിക്കുള്ളത്, 1% പോലും ഇല്ല. അവർ നയിക്കുന്ന ഒരു പ്രസ്ഥാനം എങ്ങനെ ഇന്ത്യയെ അധികാരം പിടിച്ചെടുക്കും? എങ്ങനെ അധികാരം പിടിച്ചെടുക്കും? അങ്ങനെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കണമെന്ന് ഈ കത്തോലിക്ക കോൺഗ്രസ് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ആകട്ടെ, രാജീവ് ഗാന്ധി കല്യാണം കഴിച്ച്, അതിൻ്റെ പുറകിൽ ഒരുപടി കള്ളക്കളികളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് വന്നവർ ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി എന്ന മറ്റേ എന്തെങ്കിലും പേരിട്ട് ഒരു മുന്നോട്ട് പോകുമ്പോഴത് സ്ഥായിയായിട്ട് ഒരു ഹിന്ദുമതമായിട്ട് പോകുമ്പോഴല്ലോ. അവരുടെ മകള് കല്യാണം കഴിച്ചതേ റോബർട്ട് വധേര. സങ്കടമുണ്ട് സായിപ്പേ.
നരസിംഹ റാവുവിന്റെ ഒരു വളരെ അടുത്ത ബന്ധു 10,000 ഏക്കർ എസ്റ്റേറ്റുകളുള്ള ഒരു ചർക്കര അന്വേഷിച്ച് വാങ്ങിക്കാക്കിച്ച് ഈ വധേര പള്ളിയിൽ ചുറ്റിപ്പറ്റി കുറെ നാൾ നടന്ന് അവസാനം വധേരക്ക് കല്യാണം കഴിച്ചു കൊടുത്ത്. റോബർട്ട് വധേര കൊന്ത തൂക്കി. നിങ്ങൾക്കറിയോ വടക്കേ ഇന്ത്യയിലേക്ക് ഇലക്ഷൻ വരുമ്പോൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും 4ാമത് ഈ പിന്നെ വധേരയുടെയും ബനി ഇട്ടുകൊണ്ട് അതിനകത്ത് വലിയ കൊന്ത തുക കുരിശ് തൂക്കിയാണ് കാണിക്കുന്നത്. കത്തോലിക്കലാണ്, ക്രിസ്ത്യാനിയാണെന്ന്. ഇപ്പൊ ചാണകം കിട്ടുന്ന തിന്നവർക്കും പോകുന്നത് കുടിക്കുന്നവർക്ക് അതൊക്കെ പോരെ? ആരെങ്കിലും വേണ്ടിയോ? അതിനർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെ വന്ന് ഒരു മാറ്റം ഉണ്ടാക്കി ഇവിടെ സംഘപരിവാർ ഈസിയായിട്ട് ഭരണത്തിൽ കയറാം. അതിൽ കോൺഗ്രസിലെ സംഘ അനുകൂലികളെ കുറേ നേതാക്കൾ, പ്രത്യേകിച്ച് സവർണ മേധാവികൾ തട്ടിക്കൂട്ടിയിട്ടാണ് ഈ രാഹുൽ ഗാന്ധി കല്യാണം വരും. എങ്ങനെ രാഹുൽ ഗാന്ധി സോണിയായിട്ട് പരിചയം വന്നു? സുബ്രഹ്മണ്യ സ്വാമി ചോദിച്ചില്ലോ. ഉത്തരവുണ്ടോ? എവിടെ വെച്ച് എങ്ങനെ പരിചയപ്പെട്ടു? സാധാരണ പ്രേമത്തിന് ഒന്നുമില്ല, ജോലി സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളി, ഇതൊക്കെയല്ലേ. ഇതെങ്ങനെ പരിചയപ്പെട്ടു? ഒന്നും പറയുന്നില്ല. ആ കാലത്തിൽ അദ്ദേഹത്തെ തട്ടിക്കളഞ്ഞ് രാജീവ് ഗാന്ധി ആ കാലത്ത് തട്ടിക്കള അറിയാമല്ലോ, തട്ടിക്കളഞ്ഞാണ്, വളരെ വ്യക്തമാണ്. അത് പാവം മനുഷ്യൻ, നിഷ്കളങ്കനായ അദ്ദേഹം. ഈ രാഹുൽ ഗാന്ധി വളരെ നല്ല മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ അതിലൊന്നല്ല പറയുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നന്മയ്ക്ക് കാര്യമില്ല, യുക്തി തന്ത്രത്തിലെ കാര്യം. അങ്ങനെ നിൽക്കുകയാണ്. ഈ മുസ്ലിം ലീഗായിട്ട് കോൺഗ്രസ് സഖ്യമുണ്ടായിട്ട് ഇത് കോൺഗ്രസ് ഇന്ത്യയിൽ കേരളത്തിൽ എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത്? ഒറ്റക്ക് ഭരിച്ച് കോൺഗ്രസ് ഭരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 ഇലക്ഷനിൽ കൂടി ഒറ്റക്ക് മത്സരിച്ചല്ലേ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ഭരണമുന്നണി കുറുമുന്നണിക്കുള്ളിൽ ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നോ? അത് വളർന്നോ? ഡെഫിനറ്റ്ലി തകർന്നു. അതിൽ കോൺഗ്രസ് ഒറ്റക്ക് ഭരിച്ചല്ലേ കേരളത്തിൽ. ആ കോൺഗ്രസ് ലീഗായിട്ട് സഖ്യം വേണ്ടി എന്ത് നേട്ടമുണ്ടായി? അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, സത്യസന്ധത ഉണ്ടെങ്കിൽ അവർ കുഞ്ഞാക്കേട് പറയേണ്ടതറിയോ? ആ പേര് മാറ്റാനാ. അത് പറയില്ല, സതീശൻ പറയില്ല. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ ബോർഡ് വെച്ച് മതേതരം ജയിച്ചു, MSF തോറ്റു. ഈടോ സതീശൻ മുകളിലേക്കുള്ള ഈ കള്ള നേതാക്കളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഇനി കോൺഗ്രസ് കേരളത്തിലുള്ളവരുള്ളൂ. സതീശൻ മുകളിലേക്ക് ആ താപ്പാനകൾ, ആ പെരിച്ചാഴികൾ മാറണം. എങ്കിലേ കോൺഗ്രസ് വിളിച്ചുകൊടുക്കുള്ളൂ. എന്നിട്ട് മതേതരത്തെ പാർട്ടി ഉണ്ടാക്കാൻ വേണം ലീഗോട്. അല്ലെങ്കിൽ തട്ടിക്കളഞ്ഞ ലീഗിന് തട്ടിപ്പിനെ പുറത്താക്കണം. ഒരു ടൈം ഭരണം കിട്ടില്ല, എന്നാലും പാർട്ടി വളരും. ഇവിടെ കോൺഗ്രസ് എന്താ വളരാത്തത്? ഇപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അന്ന് CP ജോണൊക്കെ പറഞ്ഞാണ്, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി, കൺവീനർ ആരാണ്? തങ്കച്ചൻ. പിന്നെ അവർ ലഹളയും പഴക്ക് നിൽക്കാൻ വേണ്ടി നമ്മുടെ സെക്രട്ടറി ആയിട്ട് ജോഡി നെല്ലൂർ. ആകെ മനസ്സിലാക്കണം, 10% ജനസംഖ്യയിൽ കേരളത്തിൽ ക്രിസ്ത്യാനി, 15-5% കൺവേർട്ട് ക്രിസ്ത്യനാണ്. എല്ലാ സ്ഥാനവും അവർക്ക് കൊടുത്തു. അതുകൂടാതെ ആ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി വന്നപ്പോൾ 125 സ്ഥാനങ്ങളിൽ 90 സ്ഥാനങ്ങളും ക്രിസ്ത്യൻ സമുദായത്തിന്. ഭരണം പോയോ? ഞാൻ CP ജോൺ പറഞ്ഞ് സംഗതി അപകടമാണ്, ഭരണം പോകുന്നു. ഇപ്പോഴത്താണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിക്ക് കൊടുത്ത് KPC പ്രസിഡന്റ് സ്ഥാനം ഒരു 5,000 കൊടുത്തത്. ഇപ്പം ഇന്നലെ ലക്ഷ്യമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ആളെന്താണ്? അലൂഷ്യസ്. യൂത്ത് KSUവിൻ്റെ പ്രസിഡന്റ് അലൂഷ്യസ്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വേറെ തൊമ്മനെ വേണമെന്ന് പറഞ്ഞത്. ഇത് വെച്ചുകൊണ്ട് ഈ 10% ജനസംഖ്യകൾക്ക് മുഴുവൻ സ്ഥാനം കൊടുത്തോണ്ട് നിങ്ങൾ എവിടുന്ന് വോട്ട് കിട്ടും? ഞാൻ എടുക്കാൻ ഇത്രയും വികാരപരമായിട്ട് ഇത്രയും തുറന്ന് ഞാൻ പറയില്ല. പറഞ്ഞും തീരുവല്ല, നശിച്ചു പോകണം. 10% ഈ സമുദായത്തെ നിങ്ങൾ മുഴുവൻ സ്ഥാനമാനം കൊടുത്തിട്ട് എവിടെ നിന്ന് വോട്ട് കിട്ടൂടോ? നിങ്ങൾക്ക് 10% ഉള്ളതിൽ ഒരു 5% വോട്ട് കിട്ടുമായിരിക്കും. ബാക്കി 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, 2% BJPക്ക് പോകും. 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ട് കിട്ടുന്നത്. പക്ഷെ 100 വോട്ട് ചെയ്യുമ്പോൾ 38 വോട്ട് കിട്ടുന്ന ഒരു വിഭാഗം കൊടുത്ത് ഇവിടെ 1.5 കോടി ജനങ്ങളുള്ള മുസ്ലിം സമുദായത്തിന് ഈ പേരിനെടുത്ത് പറയാം. അവർ നിങ്ങൾക്ക് എന്ത് പരിഗണിച്ചു? ഇപ്പൊ വേറൊരു അബിൻ വർക്കിനായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വേണ്ടി നടക്കാണ്. ഞാൻ അയക്കോ, എനിക്ക് തടസ്സമില്ല. പക്ഷെ ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് പറയപ്പെട്ടു. എനിക്കൊരു വോട്ടിലുള്ളൂ, അബിൻ വർക്കിക്ക് ഒരു വോട്ടിലുള്ളൂ. വോട്ട് എടുക്കുന്നവിടെ കിടക്കുന്നത്
മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി നശിപ്പിച്ച് അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ നശിപ്പിക്കും. അവസാനം BJP ഏകപക്ഷീയമായിട്ട് ഭരണത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാണ് ഈ കള്ളന്മാർ. പറയാതെ വയ്യ. അത് പ്രധാന ഘടകം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നികൃഷ്ടം എന്ന് പറയാൻ പറ്റില്ല, അവർ തന്നെയാണ്. വേറെ ഒരു കുഴപ്പമില്ല ഇവർക്ക്, ഒരു കുഴപ്പമില്ല. കുഞ്ഞാക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ ജാതി പേര്, ആ സമുദായ പേര് മാറ്റിടുന്നുള്ളൂ. അത് രാഷ്ട്രീയത്തിൽ അല്ല, മതത്തിലല്ല. ഇപ്പോൾ കാന്തപുരം കൊണ്ടുനടക്കേണ്ട ഒരു കുഴപ്പം, കാന്തപുരം കൊണ്ടുനടക്കുന്നത് ആത്മീയമാണ്, സാംസ്കാരിക സംഘടനയാണ്. അതിൽ രാഷ്ട്രീയം ഇതേവരെ വന്നിട്ടില്ല, ഉള്ളിലുണ്ടിൽ പുറത്തില്ല. പക്ഷെ മുസ്ലിം ലീഗിലെ പക്ക രാഷ്ട്രീയ പാർട്ടിയാണ്. ഈടോ എന്തോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, നിങ്ങൾക്കിത് മനസ്സിലാകാത്തത്. 50,000 കോടി രൂപയുടെ സ്വത്താണ് ഈ സമുദായത്തിൽ കിട്ടി പാവപ്പെട്ട പിള്ളേർ പഠിക്കേണ്ടത്. വല്ല ITA കമ്പനിയൊക്കെ തുടങ്ങി ജീവിക്കേണ്ട 50,000 കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുവാണ് ഈ കള്ളന്മാരൊക്കെ കൂടി ഇതേ കൊണ്ട് കളഞ്ഞ്. ആർക്ക് കിട്ടി? ആർക്ക് കിട്ടിയടോ? അതിനേക്കാൾ കഷ്ടമാണ് ഇപ്പം ലീഗ് ഇങ്ങനെ പോകുന്നതിൽ. പല പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. മനസ്സിലാക്കണതിന് ഇന്നലെ ഷാജി പറഞ്ഞതാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കണമെന്നോ ഭരണം പിടിക്കണമെന്നോ പറഞ്ഞൊക്കെ ഇതൊരു ആരോപണമുണ്ട്. അല്ലെങ്കിൽ അവനൊക്കെ മണ്ടനാണല്ലോ. ഈ ആവേശം മാത്രമേ, ആവേശമുള്ളവർക്ക് ബുദ്ധിയില്ല എന്നൊരു സൈക്കോളജി ഉണ്ട്. അവർ ചിന്തിക്കാൻ സമയങ്ങളിൽ ആവേശമല്ലേ? അവർ സുധാകരജിയല്ലേ ആവേശം കാണിച്ചില്ലേ? അല്ലെങ്കിൽ KPC പ്രസിഡന്റ് ആയിരിക്കാല്ലേ ഞാൻ സംഘപരിവാറിന് സംരക്ഷണം കൊടുത്തു, ഇനി എപ്പോഴും ഞാൻ BJP പോകും എന്നൊക്കെ പറയും. അപ്പോൾ ആവേശം മാത്രമേ ഉള്ളൂ. നോ 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 ആവേശമുള്ളവരും പിന്നെ ചൂടന്മാരും ഒന്നും ഒരു നേടിയിട്ടില്ല. സമാധാനപരമായിട്ടും സത്യസന്ധമായിട്ടും ക്ഷമാപൂർവ്വം ചിന്തിച്ച് പറയുന്ന ഒരു മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഷാജി അതുപോലെ നമ്പർ 1 മണ്ടനാണ്, മണ്ട ശിരോമണിയാണ്. മുനീർ വേറൊരു സ്റ്റൈല്, അനങ്ങാ പൂച്ച പോലെ, മിണ്ടാ പൂച്ച പോലെ. ആകെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കുഞ്ഞാക്ക മാത്രമേ. കുഞ്ഞാക്ക ഈ പാർട്ടിക്ക് എന്ത് ചെയ്തിട്ട് കുഞ്ഞാക്ക ചെയ്തിട്ടുള്ളൂ. മുനീറൊന്നും പാർട്ടിയൊന്നും ചെയ്തിട്ടില്ല, അതല്ലോളം ഞാൻ തന്നുള്ളൂ. ആ കുഞ്ഞാക്കൾക്ക് പോലും ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷൈൻ ഗ്രൂപ്പും ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ IQ അന്വേഷിച്ചാൽ നിങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. എനിക്കില്ല ഞാൻ സംഭവിച്ചത്. ഞാൻ പേര് പൂവർമാൻ, ഞാൻ സംഭവിച്ചു. ഐ എഗ്രീഡ്. പക്ഷേ എൻ്റെ ഗ്രൂപ്പ്, ഞങ്ങൾ ഗ്രൂപ്പുള്ളവർ നിങ്ങളെക്കാൾ IQ ഉള്ളവരാണ്. നീ അല്ലെങ്കിൽ അവർ പറയുന്ന മണ്ടത്തെ പറയും ഇങ്ങനെ. പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഇപ്പം ഭഗൽപൂരുണ്ടായി ബീഹാറിൽ. ഭഗൽപൂരിലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കശാപ്പ് ചെയ്ത്. ഇപ്പം ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി പറയുന്നതറിയോ, എനിക്ക് ഇപ്പം സംശയമാണ്. അതിൽ ലാലുവിൻ്റെ ഒരു കൈ ഉണ്ടായതാണ്. കാരണം ശോഭ ടെക്സ്റ്റൈൽ കത്തിക്കാൻ വേണ്ടി എറണാകുളത്ത് ടെക്സ്റ്റൈൽസുകാരും ലക്ഷങ്ങൾ കൊടുത്തു ആ വർഗീയ സംഘടനക്ക്. കാരണം 10,000 രൂപ കിട്ടുകൊണ്ട് അംബാസിഡർക്കാരായിട്ട് അങ്ങോട്ട് പോകും ശോഭ. അവർ 10,000 സ്ക്വയർ ഫീറ്റ് അന്ന്, 10,000 സ്ക്വയർ ഫീറ്റ് അന്ന് വലുതാണ്. അതിവിടെ കിട്ടില്ല. അങ്ങനെ കിട്ടപ്പെട്ട് എറണാകുളം ഈ ടൗണിലെ ചില വ്യാപാരികൾ ഒരു പണം കൊടുത്തു. അതുപോലെ ലാലുവരെ എൻ്റെ കൈയിട്ടതാണ്. അതിനുശേഷം ലാലുവിൻ്റെ പാർട്ടി വളർന്നു. മുസ്ലിങ്ങൾ മുഴുവൻ യാദവരുടെ കൂടെ മുസ്ലിങ്ങളും കൂടി ചേർന്ന് ലാലുവിൻ്റെ കൂടെ നിന്നൊക്കെ വല്ല മനസ്സിലാകേണ്ട കോൺഗ്രസ്. രാഹുൽ ഗാന്ധികൾ മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രവും തട്ടിപ്പും ചെയ്യുന്നതാണ് രാഷ്ട്രീയക്കാർ. തട്ടിപ്പ് മാത്രമാണ്, ഒരു മനുഷ്യത്വം ഇല്ല. അങ്ങനെ ഉണ്ടായി. മുസ്ലിം ജാമിൽ 80 വർഷം ഉണ്ടായിട്ട് ഈ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? മുസ്ലിം ലീഗിന് എന്ത് സാധിച്ചു? പണ്ട് വർഗീയലുണ്ടാകുമ്പോൾ അവസാനം തൊപ്പിയും വച്ച് ഈ ഇബ്രാഹിം സുലൈമാൻ ഷെട്ടി എന്ന് കണ്ണീര് അടിക്കും. അതുകൂടെ എന്തെടോ കാര്യം? ആ മനുഷ്യൻ മരിച്ചുപോയി. ഇന്നിപ്പോൾ അതുമില്ല ലീഗിനെ കൊണ്ട്. പണ്ട് ഇബ്രാഹിം സുലൈമാൻ ഷെട്ടി കല്യാണം മരിച്ച് ശേഷം അടിച്ചെന്ന് കണ്ണീര് അടിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതുമില്ല, അത് പോകാൻ പറ്റുന്നില്ല, പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ UP പോയി എൻ്റെ 40 സീറ്റുകൾ മത്സരിച്ച് 4 സീറ്റിലായിട്ട് 140 വോട്ട് കിട്ടി. ഏത് ഈ ഇട്ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ലോക നേതാക്കളെ പോയത്, കാവ്യ ഡ്രസ്സൊക്കെ ഇട്ട പോയതോടെ 140 വോട്ട് കിട്ടി. ഈയിടെ മണ്ടന്മാർ, നിങ്ങൾക്കവിടെ മത്സരിച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ? നമ്മൾ മത്സരിച്ചില്ലെങ്കിൽ നമ്മുടെ ശക്തി അറിയില്ല എന്നുള്ളൂ. ഇത് ശക്തി അറിയിച്ചല്ലേ? അത് ഞാൻ രാഹുലിനോട് പറഞ്ഞത്. 540 മനസ്സിലാക്കേണ്ട കോൺഗ്രസ് കേൾക്കുന്ന ആൾക്കാർക്ക്, ലീഗുകാർക്കൊക്കെ 543 സീറ്റിലെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയിലെ
എന്താണ് ഭൂരിപക്ഷ സമുദായത്തിന് മൊത്തം ആളെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക വന്നിട്ട് ഈ മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള വയനാട്ടിൽ. അപ്പോൾ അത് മനസ്സിലായില്ല ഞങ്ങൾക്ക് വടക്കയിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പില്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങോട്ടോ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്? അത് മനസ്സിലായില്ല. ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട്. ഈ കെ സി വേണുഗോപാലൊക്കെ ഇപ്പോഴും മനസ്സിലാവുന്നത് എന്താണ് ഈ മൊയ്തീൻ ഷാ പറഞ്ഞത്. എനിക്ക് കെ സി വേണുഗോപാലിനോട് ഒരു കഴിവേറെ മക്കളോ എനിക്ക് ഇഷ്ടക്കുറവില്ല. പക്ഷെ പാർട്ടി ക്ഷീണിക്കാൻ പാടില്ല. പാർട്ടി തകർന്നു പോകുന്നു. അതാണ്. പകരം വരുന്നാരും നോക്കണം. മനസ്സിലായില്ലേ? അതാണ് 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാജ്യത്തിന് പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി പ്രിയങ്കയും ഈ മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിൽ വന്ന്, കാലെഴുതെന്ന് പറഞ്ഞാൽ അശ്ലീലമാണ്, കാലിന്റെ അടിയിൽ വന്ന് ജയിച്ച് അർമാദിച്ചില്ലേ? ആ അർമാദിച്ചതിന്റെ ഫലം വടക്കയിൽ 100 സീറ്റ് പോയി. കഴിഞ്ഞ ഇലക്ഷൻ അത്രയും പോയില്ല. കാരണം അവിടെ പേരൊന്നും പറഞ്ഞില്ല, കൊടിയൊന്നും പറഞ്ഞില്ല. രാജീവ് ഗാന്ധിയുടെ അല്ലെങ്കിൽ പ്രിയങ്കയുടെ ഫോട്ടോ വെച്ചു, വേറെ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവിടെ അതൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗോട് പറയുന്നില്ല, നിങ്ങൾ ആ ജാതി പേര് മാറ്റണം. ആ മുസ്ലിം ലീഗിന്റെ സഖ്യമാണ് കേരളത്തിൽ കോൺഗ്രസ് നശിക്കാനും കാരണം. ഞാൻ പറഞ്ഞു അറങ്ങിട്ടുന്ന പണികളിൽ വഴക്കാണ്. മുസ്ലിം ലീഗിന് ഒരു കുഴപ്പമില്ല, അവർ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഒരു കുഴപ്പമില്ല. പക്ഷെ അവരെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു? ജാതി പാർട്ടി രാഷ്ട്രീയത്തിൽ. ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് AM ബഷീർ, ഒരു ചിന്തകനൊക്കെ. ആ പുള്ളികളും മനസ്സിലാകുന്നില്ല. പുള്ളി എന്നോട് ചോദിക്കുകയാണ്, അവർ അങ്ങനെയാണെങ്കിൽ പേര് മാറ്റി PDP അല്ലെങ്കിൽ PDP കച്ചവടാൻ പറ്റുമെന്ന്. PDP പോലെയാണോ മുസ്ലിം ലീഗിന് ഞങ്ങൾ കാണുന്നത്? PDP മദീൻ സാഹിബൊക്കെ എത്ര അർത്ഥശൂന്യമായിട്ടാണ്. അതല്ല, മുസ്ലിം ലീഗിൽ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ പോളിസിയൊക്കെ നല്ല പോളിസിയാന്നേ. പക്ഷെ അവർ ആ പേരൊന്ന് മാറ്റി കിട്ടിയാൽ രക്ഷപ്പെടും. കഴിവുള്ളവന് വിജയിക്കും. അതിന് സാഹചര്യമുണ്ട്, പക്ഷെ അവൻ ചെയ്യണില്ല. കഴിവില്ലാത്ത കിട്ടുന്ന കാര്യമല്ലേ. മടലായ കുട്ടി പരീക്ഷ കയറ്റി വലിയ കാര്യമുണ്ടോ? പക്ഷെ ബുദ്ധിയുള്ള കുട്ടി പരീക്ഷ കയറിയാണെങ്കിൽ നല്ല മാർക്കില്ലേ. അപ്പോൾ ബുദ്ധിയുള്ള കുട്ടിയെ പോലെയാണ് മുസ്ലിം ലീഗുകാർ. കുറച്ചൊക്കെ കപ്പാസിറ്റി അവർക്ക് സാമ്പത്തികമായിട്ടും എല്ലാം കപ്പാസിറ്റി ഉണ്ട്. അവരൊന്ന് പേര് മാറ്റി മുന്നോട്ട് പോയി അവർ ജയിക്കും. പക്ഷെ PDP പേരുമായിട്ട് കാര്യമൊന്നുമില്ല. പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങളുടെ ജനാധിപത്യ പാർട്ടി. അതൊരു തെറ്റല്ല, ആ വാക്ക് പ്രയോഗം തെറ്റില്ലേ. പിന്നെ അവരെങ്ങനെ അത് രക്ഷപ്പെടും? അതൊക്കെ എഴുതിയുള്ള കേസ്. കുറച്ച് തീവ്രവാദം പറഞ്ഞതല്ലാതെ വിജയിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് അതുപോലെ അല്ല. അവർക്ക് അവസരം കിട്ടിയാൽ നന്നാകാൻ അവസരമുണ്ട്, പക്ഷെ നന്നാകുന്നില്ല. അത് കോൺഗ്രസ്സുകാർ പറയുന്നില്ല. ഇപ്പം എല്ലാം കൂടി കഴിഞ്ഞ് 2026 അസംബ്ലി ഇലക്ഷനിൽ വീണ്ടും LDF അധികാരത്തിൽ കയറ്റാൻ BJP ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് അവസാനം ഈ കള്ളന്മാരെല്ലാം കൈയടിച്ച് മാറിയിരിക്കും. അത് ഇടതുപക്ഷത്തെ ശക്തി കൊണ്ട് ഗുണം കൊണ്ടല്ല, സാഹചര്യം അതാണ്. അതിനുള്ള എല്ലാ കണക്കുകളിലും അത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് LDF ഭരണ നേട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേട്ടോ ഒന്നുമല്ല. സംഘപരിവാറിനും കേന്ദ്ര ഭരിക്കുന്ന കക്ഷിക്കും പിന്നെ ഇപ്പോൾ കേരളം 2 ടേമായിട്ട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വീണ്ടും അധികാരത്തിൽ കയറാൻ ആഗ്രഹമുണ്ട്. അവളെ എല്ലാ സാഹചര്യം ഒപ്പിച്ചിരിക്കുക. ഇപ്പം നടന്നിരിക്കുക അതാണ്. ഈ ലീഗിനൊന്നും മനസ്സിലാവില്ല, കോൺഗ്രസും മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ മുസ്ലിം ലീഗ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മുസ്ലിം ലീഗ് അല്ല മുഴുവൻ മുസ്ലിങ്ങളെന്ന് മനസ്സിലാക്കണം. അത് ഞാൻ കണക്കുദ്ധരിച്ച് പറഞ്ഞു. എനിക്ക് ആരോടും ഇഷ്ടക്കുറവില്ല, അതുകൊണ്ട് ഞാൻ കണക്കുദ്ധരിച്ച് ചോദിക്കും. കാസർഗോഡ് മുതൽ പാലക്കാട്ട് വരെയും 65 സീറ്റില്ലേ അസംബ്ലിയിൽ? എൻ്റെ പകുതി സീറ്റ് 130 പിന്നെ 70 പകുതി സീറ്റ്. ഈ പകുതി സീറ്റ് 70 സീറ്റിൽ മത്സരിച്ച് കോൺഗ്രസ് മാത്രമാണ്. ലീഗിൻ്റെ സീറ്റുകൾ വേറെയാണ്, കുറച്ച് ഉള്ളിലാണ്. അത് എത്ര പേര് കിട്ടി? കോൺഗ്രസ് എത്ര പേര് കിട്ടി? ജയിച്ചു 5 സീറ്റ്. 50% മുസ്ലിങ്ങളുടെ മണ്ഡലമാണ് ഇതൊക്കെ. അപ്പോൾ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ജയിക്കണ്ടേ? ഒരു പകുതി സീറ്റിൽ കിട്ടണ്ടേ? ഇത് 10 സീറ്റുകളും കിട്ടിയോ? 70 സീറ്റിൻ്റെ 5 തടമ്പ 8% വരും. അപ്പോൾ ബാക്കിയോടെ പോയി. അപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നോ? മുസ്ലിങ്ങളുണ്ടായിരുന്നു. അതാ പറഞ്ഞ ഈ 10-25 ലക്ഷം മുസ്ലിം ലീഗ് അനുഭാവികൾ കഴിച്ച ബാക്കിയുള്ള 1.25 കോടി മുസ്ലിങ്ങൾ പുറത്ത് നിൽക്കുന്നവരാന്നേ. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ല. ചില കോൺഗ്രസ്സുകാരൊക്കെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. അങ്ങനെ വന്ന ഒരാൾ VM സുധീറിൻ്റെ പേരിൽ, അദ്ദേഹം അറിയാതെ ചെയ്യുന്നതായിരിക്കും. സുധീറിൻ്റെ പേരിൽ ഇപ്പോൾ നിരന്തരമായിട്ട് ഓരോ ഇതൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാലം എവിടെയായിരുന്നു കഴിച്ച 10 വർഷം? അതങ്ങനെ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ?
PM സുധീരായിട്ട് പറഞ്ഞു നല്ല മനുഷ്യനാണ്. ഇവിടെ നല്ല മനുഷ്യർക്കും കാര്യമില്ലെന്ന് ഇവിടെ കുതന്ത്രം അറിയാൻ പറ്റുള്ളൂ. മുനീറിന് വല്ല കുഴപ്പമുണ്ടോ? നല്ല മനുഷ്യനല്ലേ? അവിടെ രാഷ്ട്രീയത്തിൽ നിൽക്കുമോ? അവൻ സുധീരല്ല, മുല്ലപ്പള്ളി ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ആന്റണി വന്നു തുടങ്ങി അടുത്തടുത്തടുത്ത്. എന്തോ ഒരു സൂചന കിട്ടി. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് മത്സ്യമായിട്ട് കുറച്ച് മുകളിൽ കയറി, കുറച്ച് പേരെ ഒരു 5 മണിക്ക് കയറി. അവൻ വളർത്ത കുറേ പൂട്ടഞ്ഞാറ് പൂച്ച ചാടി വന്ന് ആ മണം കേട്ട് സംഗതി ഞാൻ മീൻ വാങ്ങിക്കും, ഞാൻ പൂച്ചകളിൽ വേസ്റ്റ് വാങ്ങിക്കും. അതുപോലെ ആന്റണിക്ക് ഉൾപ്പെടെ സുധീർ ഉൾപ്പെടെ ഒരു ചെറിയ തോന്നലുണ്ട് ഇപ്പോൾ ഏതാണ്ട് UDF വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നണ്ട, അങ്ങനെയൊന്നും സാധ്യതയൊന്നുമില്ല. പക്ഷെ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 1,20,00,000 മുസ്ലിങ്ങൾ പുറത്തു കിടക്കാണ് കോൺഗ്രസിനും അനുഭാവിയൊക്കെ ആയിട്ട്, ലീഗല്ലാത്ത. അവരെ നിങ്ങൾ പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കുമാണ് നിങ്ങൾ പറഞ്ഞ. അപ്പോൾ അബിൻ വർക്കീനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ പോകണം, അലോഷ്യസിനെ യൂത്ത് KSU പ്രസിഡന്റ്, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് ഒരു അച്ചായൻ, 3 അങ്ങനെ പോയി. ഏതോ മുഖ്യധാര മെയിൻ സ്ട്രീമിലുള്ള മുസ്ലിം സമുദായത്തിൽ 1.25 കോടിയുള്ളവർ, 1.5 കോടിയുള്ളവർ നിങ്ങൾ ഈ 1/4 കോടി ലീഗിൻ്റെ പോയി ബാക്കി 1.25 കോടി എടുക്കുമ്പോൾ നിങ്ങൾ അവർക്ക് എന്താണ് പരിഗണന കൊടുക്കുന്നത്? വാട്ട് യു സേ? പറയൂടോ. എനിക്ക് അവരോട് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ അവർ എന്നെ തുറച്ചു നോക്കാണ്. ഞങ്ങൾ എന്തിനോട് വോട്ട് ചെയ്യണത്? അറബിക് സർവകലാശാലൊക്കെ എന്ത് പറ്റി? സ്ഥാനമാനങ്ങൾ ഇവിടെ പറ്റി. നമ്മൾ എങ്ങനെയെങ്കിലും UDF ഇത്തവണ അധികാരത്തിൽ കയറ്റി, ഞങ്ങളുടെ ഗ്രൂപ്പ് അധികാരത്തിൽ കയറ്റി LDF നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കണം, ഈ 1.25 കോടി വരുന്ന മുസ്ലിം ലീഗല്ല മുസ്ലിം അവർ ചോദിക്കുകയാണ് ഞങ്ങൾ എന്തിന് കോൺഗ്രസ് വോട്ട് ചെയ്യണം? ചോദ്യം അല്ലേ? നേരെ ചോദിക്കുന്നു, ഉത്തരം പോലെ നേരെയുള്ള ചോദ്യമല്ലേ? 3 സ്ഥാനമാനങ്ങളുണ്ട്. KSU ഉണ്ട്, KSU ഉണ്ട്, പിന്നെ യൂത്ത് കോൺഗ്രസ്. ഈ 3-ലുണ്ടോ ഒരാൾ? ഇനിയിപ്പോൾ എത്ര സീറ്റ് കൊടുക്കും മത്സരിക്കാൻ? 100 സീറ്റ് കാത്തിരിക്കുകയാണ്. ഈ 10% ആൾക്കാർ 100 സീറ്റ് പേര് മത്സരിക്കാൻ കാത്തിരിക്കുകയാണ്. എല്ലാ സന്നാഹമായിട്ട് കോടികളായിട്ട് നിൽക്കുകയാണ്. അവർക്കെല്ലാം കൊടുത്ത പേര് ബാക്കി എത്ര സീറ്റ് കൊടുക്കും? അവിടെയാണ് മല്ലനും മാതാവിനും പറഞ്ഞ പോലെ മല്ലൻ്റെ കളി കാണാൻ പോകുന്നത്. ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി. അല്ല 50,000 കോടി രൂപയുടെ സ്വത്ത് മുസ്ലിം സമുദായത്തിന് പാവപ്പെട്ട കിട്ടേണ്ടത് ഈ അന്നത്തെ നേതാക്കൾ അന്നത്തെ മുസ്ലിം നേതാക്കൾ എന്നാൽ മറ്റുള്ള പറ്റിയ നേതാക്കൾ അശ്രദ്ധ കൊണ്ട് നശിപ്പിച്ച് പോയില്ലേ? അതുപോലെ മുസ്ലിം ലീഗ് നിന്ന് മുസ്ലിം ലീഗ് ഇതുപോലെ നശിപ്പിക്കുകയാണ് സമുദായത്തെ. ഒന്നിനും കൊള്ളാത്ത ആക്കാണ്. അതിലൊരു മാതൃഭൂമിയിൽ ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ? മലപ്പുറത്തുകാർ ഉൾപ്പെടെ എന്ന് പറഞ്ഞില്ലേ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നിങ്ങൾ ഈ നശിച്ച് അവസാനം ഞാൻ വീണ്ടും അത് മുസ്ലിം വാക്കിനൊരു കുഴപ്പമില്ല, സമുദായത്തിന് കുഴപ്പമില്ല, ജാതിക്ക് കുഴപ്പമില്ലെന്ന്. മറ്റേതു ജാതിയേക്കാൾ ഒരു പിടി മുന്നിലാണ് മുസ്ലിം സമുദായം. അതല്ല, നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ലോകത്ത് ഏതെങ്കിലും പാർട്ടി നിന്ന് ജാതി പേരിലും മതത്തിൻ്റെ പേരിലുണ്ടോ? ഏതെങ്കിലും പാർട്ടി എവിടെ? ലോകത്ത്, ഇന്ത്യയിൽ ലോകത്ത് നിങ്ങൾ എന്തുകൊണ്ടത് മാറ്റുന്നില്ല? നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നിങ്ങൾ കമ്മിറ്റിയോട് പറഞ്ഞ് നിങ്ങൾ അറബി നിയമം ഉപയോഗിക്കരുത്, പിന്നെ ഡ്രസ്സ് കോഡൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ അതൊക്കെ അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് മുസ്ലിം എന്ന് വാക്ക് മാറ്റുന്ന പ്രയാസം. അവിടെയാണ് തട്ടിപ്പ് പറയുന്നത്. അവിടെയാണ് സമുദായത്തെ വിറ്റ് നിങ്ങൾ ചെറിയ നേട്ടം ഉണ്ടാക്കുന്നത്. ചെറിയ നേട്ടമുള്ളൂ. ആ സമുദായത്തെ നിങ്ങൾ പണയപ്പെടുത്തി ചെറിയ നേടുന്നുള്ളൂ. മൊത്തം വലിയ നഷ്ടപ്പാട് സമുദായത്തിന്. അതല്പം വിഷമമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞാനും ആ സമുദായത്തിൽ പെട്ടവനായിപ്പോയി. അവിടെ ബഹുമാന്യരെ, ഞാൻ ലീഗുകാരോട് കോൺഗ്രസ്സുകാരോട് ഇപ്പോഴും പറയണം, നിങ്ങൾ ചിന്തിക്ക്. എന്താണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത്? ബുദ്ധിയുള്ള ആരോട് ചോദിക്കുക. ഇന്ത്യയിൽ നിങ്ങളുടെ കൂടെ ബുദ്ധിയിലെ ഇന്ത്യക്ക് വെളിയിൽ ബുദ്ധിയുണ്ട് നോക്ക്. വല്ല ഇറ്റലിയിലോ ജർമ്മനിയിലോ അമേരിക്കയിലോ ബുദ്ധിയുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. എന്താണ് ഈ മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത്? വലിയ സത്യം. ഈ KC വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ ഈ പിന്നീട് അതാണ് കുഞ്ഞാക്കയോ ചോദിക്കടോ. നിങ്ങൾക്ക് ബുദ്ധിയില്ല മനസ്സിലായി, നിങ്ങൾക്ക് കൂട്ടുകാർക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിയുള്ളവർ ചോദിക്കുക. ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞരോട് ചോദിച്ച്, ഏതൊരു തത്വജ്ഞാനോട് ചോദിക്കുക, ഏതൊരു ശാസ്ത്രജ്ഞനോട് ചോദിക്കുക, ഏതെങ്കിലും ഗണിതശാസ്ത്രം ചോദിക്കുക. എന്താണ് ഈ മൊയ്തീൻ ഷായും ഗ്രൂപ്പ് പറയുന്നത്? നിങ്ങൾ ഈ ചിലക്കടില്ല കുറേ നാളായിട്ട് കുറേ വർഷമായിട്ട് ഇതിൽ വല്ല സത്യം ചോദിക്കുക. അപ്പോൾ അവർ പറയും കറക്റ്റാണത്. അദ്ദേഹം ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഈ ചിന്തയൊക്കെ പിന്നെ അദ്ദേഹത്തിന് കൂടെയുള്ള ബുദ്ധിരാക്ഷന്മാരുടെ ബന്ധി
ഏത് മൊയ്തീൻ ഷായുടെ കഴിവില്ല, ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ചിന്തയാണ് അത് പ്രധാന കാരണം. ഒന്ന് ദൈവാനുഗ്രഹം, മറ്റൊന്ന് കൂടെയുള്ള ഗ്രൂപ്പുകൾ അല്ല ബുദ്ധിരാക്ഷസന്മാർ. ദയവ് ചെയ്ത് ഇനിയും നിങ്ങൾക്ക് രക്ഷയുടെ അവസരമുണ്ട്, അത് കളയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.